ആത്മീയ രചനകൾ ചിലപ്പോൾ വെറും ഉപദേശങ്ങളല്ല, മറിച്ച് ജീവിതത്തെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന ഒരു കണ്ണാടിയാണ്. മനുഷ്യബന്ധങ്ങളുടെ ആഴത്തിലേക്കും കുടുംബജീവിതത്തിന്റെ സങ്കീർണതകളിലേക്കും വിശ്വാസവും ജീവിതവും തമ്മിൽ സന്ധിക്കുന്ന ഇടങ്ങളിലേക്കും അക്ഷരങ്ങളിലൂടെ നടത്തുന്ന ഒരു ആത്മീയ യാത്രയാണിത്. വിവാഹത്തിനു മുൻപേ മനസ്സുകളെ ഒരുക്കുന്ന ചിന്തകൾ, വിവാഹബന്ധങ്ങൾ വിപണിയായി മാറുന്ന കാലത്തോട് കലഹിക്കുന്ന വാക്കുകൾ, ജീവിതത്തിന്റെ പുൽത്തൊഴുത്തുകളിലും അവിടുത്തെ ഹരിത കാഴ്ചകളിലും പ്രത്യാശയുടെ വിത്തുകൾ വിതറുന്ന രചനകൾ. ആത്മീയതയെ പള്ളിമതിലുകൾക്കുള്ളിൽ തളച്ചിടാതെ കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും പടർത്തിയ അക്ഷര ശുശ്രൂഷ. ഈ എപ്പിസോഡിൽ എഴുത്തുകളിലൂടെ രേഖപ്പെടുത്തിയ ഒരു ആത്മീയ സാക്ഷ്യത്തെയാണ് നാം പരിചയപ്പെടുന്നത്. റെവറൻഡ് ഡോക്ടർ C.R. ഗോഡ്വിൻ. അക്ഷരങ്ങളിലൂടെ വെളിപ്പെടുന്ന ദൈവസാക്ഷ്യം. എൻ്റെ ശുശ്രൂഷയുടെ ആരംഭം എന്ന് പറയുന്നത് എട്ടൂർ നാഗാരം എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ മിഷൻ ഫീൽഡിലാണ്. അവിടെ ഒരു 40 പേരടങ്ങുന്ന ഒരു കുഞ്ഞു ദേവാലയത്തിലാണ് എൻ്റെ ശുശ്രൂഷയുടെ ആരംഭം കുറിക്കുന്നത്. അത് കഴിഞ്ഞ് അതോടൊപ്പം തന്നെ ഞാൻ ആന്ധ്രയിലെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ, നമ്മുടെ തന്നെ മിഷൻ ഫീൽഡിലെ ഒരു സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു. അന്ന് ഞാൻ സിവിക്സും ജിയോഗ്രഫിയും അധ്യാപകനായി പ്രവർത്തിച്ചിരുന്ന കാലമാണ് എനിക്ക് ഓർമ്മയിലുള്ളത്. തുടർന്ന് BD പഠനത്തിനായിട്ട് യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജ് ബാംഗ്ലൂരിലേക്ക് കടന്നുപോയി. 4 വർഷത്തെ പഠനത്തിന് ശേഷം വീണ്ടും ട്രിവാൻഡ്രത്തുള്ള സൗത്ത് കേരള ഡയസിസിലെ വിവിധ സഭകളിൽ സജീവമാകുകയായിരുന്നു. ഇതാണ് എൻ്റെ മിനിസ്ട്രിയുമായുള്ള ബന്ധത്തിലുള്ള എൻ്റെ അനുഭവങ്ങൾ. വിവിധങ്ങളായ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാൻ കഴിഞ്ഞുവെന്നത് ഏറെ സന്തോഷം നൽകുന്ന വസ്തുതയാണ്. പ്രത്യേകാൽ മഹായിടവകയിലെ ആദ്യ നാളുകളിൽ തന്നെ യൂത്തിൻ്റെ കോർഡിനേറ്ററായി യുവജനാസഖ്യത്തെ ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞുവെന്നത് എൻ്റെ ജീവിതത്തിലേറെ ഹൃദയകരമായ അനുഭവങ്ങളാണ്. കൂടാതെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ്, മുളയറ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ മാനേജറായിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് അടുത്ത കാലം വരെ, അതായത് ഒരു 6 മാസത്തിന് മുമ്പ് വരെ 5 വർഷക്കാലം ക്രിസ്ത്യ വിദ്യാഭ്യാസ സമിതിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിച്ചിരുന്നു. ഏകദേശം 60,000-ഓളം കുഞ്ഞുങ്ങളുള്ള വലിയൊരു പ്രസ്ഥാനമായിരുന്നു ക്രിസ്ത്യ വിദ്യാഭ്യാസ സമിതി. അതുകൊണ്ട് 10,000-ലധികം അധ്യാപകരുമടങ്ങുന്ന ഒരു വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായി ഇവരോടൊപ്പം ചേരാനായിട്ട് കഴിഞ്ഞുവെന്നത് ഏറെ സന്തോഷം നൽകുന്നു. ഇപ്പോൾ നേമം CSI ഇടവകയുടെ ചുമതലക്കാരനായി പ്രസ്പിറ്ററായി ഞാൻ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതലയുണ്ട്. പ്രധാനമായും ചാരിറ്റബിൾ സൊസൈറ്റി, അതായത് 10ഓളം സാധുക്കളായ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പാറശാലയിലും ട്രിവാൻഡ്രത്തും ആനാടുമൊക്കെ നീണ്ടുകിടക്കുന്ന ഹോംസുകളുടെ ചുമതല വഹിക്കുന്ന എൻ്റെ മാനേജർ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. നിങ്ങളുടെ എവരുടെയും പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. എൻ്റെ ഈ ശുശ്രൂഷ കാലയളവിൽ ഏകദേശം 5ഓളം ബുക്സുകൾ എഴുതാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ഏറെ സന്തോഷമായിട്ട് ഞാൻ കാണുന്നു. കൂടാതെ 5 വർഷം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ക്രിസ്തീയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായുള്ള വിവിധങ്ങളായ ധാരാളം മെറ്റീരിയലുകൾ ഞങ്ങളുടെ നേതൃത്വത്തിൽ പ്രിപ്പയർ ചെയ്തു. ഏകദേശം 50-ലേറെ അച്ഛന്മാരുടെയും സഭാപ്രവർത്തകരുടെയും എഴുത്തുകാരുടെയും നേതൃത്വത്തിൽ അപ്പോൾ ആ എഴുത്തുകളെല്ലാം കമ്പൈൽ ചെയ്ത് ഒരുമിച്ചാക്കി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഉപയുക്തമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ. എൻ്റെ കുഞ്ഞുനാൾ മുതൽ തന്നെ വായനയ്ക്കായി ഞാൻ സമയം വേർതിരിക്കാറുണ്ടായിരുന്നു. കോളേജ് നാളുകളിലും പല പുസ്തകങ്ങൾ വായിക്കുന്ന ശീലം എനിക്കുണ്ടായിരുന്നു. പിന്നീട് എൻ്റെ ശുശ്രൂഷ മുഖത്ത് എത്തിയപ്പോൾ എൻ്റെ UTCയിലെ പഠനകാലത്ത് ധാരാളം ക്രിസ്തീയ പുസ്തകങ്ങൾ മലയാളവും ഇംഗ്ലീഷും ഒക്കെ ധാരാളം വായിക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ അതിലുള്ള ആശയങ്ങളും ഉൾക്കാഴ്ചകളും എന്നെ ധാരാളം സ്വാധീനിച്ചിരുന്നു. അപ്പോൾ അത് പുതിയ പുസ്തകങ്ങൾ വായിക്കുന്നതിന് എന്നെ ധാരാളം എൻ്റെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ആർക്കൈവ്സുകൾ പരതുവാനും പ്രത്യേകിച്ച് മിഷണറിമാരുടെ ചരിത്രത്തെക്കുറിച്ചുള്ള, പ്രത്യേകിച്ച് ഞങ്ങളുടെ തന്നെ ചരിത്രത്തെക്കുറിച്ചുള്ള പഠനം, റിസർച്ചുകളൊക്കെ ചെയ്യാനായിട്ട് എന്നെ പ്രചോദിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ BD പഠനകാലത്ത് ഒരു പുസ്തകം
എൻ്റെ റിസർച്ച് ഗ്രന്ഥമായിട്ട് ഞാൻ പുറത്തു കൊണ്ടുവന്നത് അന്ന് നമ്മുടെ ആവശ്യമായിരുന്ന പ്രീ മാരേജ് കൗൺസിലിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനമായിരുന്നു. കാരണം അന്ന് മുതലേ നമ്മുടെ ഡയസിസിൽ പ്രീ മാരേജ് കൗൺസിലിംഗ് ഇല്ല. അപ്പോൾ RC സഭകളിലൊക്കെ പ്രീ മാരേജ് കൗൺസിലിംഗ് ഉള്ളത് മനസ്സിലാക്കി ഏകദേശം 3 ദിവസക്കാലം അവിടെ തങ്ങി. ആനിമേഷൻ സെൻറ്ററിൽ, നമ്മുടെ ട്രിവാൻഡ്രം ആനിമേഷൻ സെൻറ്ററിൽ തങ്ങി, സ്പെഷ്യൽ പെർമിഷൻ വാങ്ങി, 2 ബിഷപ്പ്മാരുടെയും പെർമിഷൻ വാങ്ങി അവിടെ തങ്ങി അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയായിരുന്നു. അതായിരുന്നു എൻ്റെ റിസർച്ച് പേപ്പർ എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പ്രീ മാരേജ് കൗൺസിലിങ്ങിനെ കുറിച്ച് ആധികാരികമായ ഒരു റിസർച്ച് സബ്മിറ്റ് ചെയ്തത്. അതായത് BD തീസീസ് സബ്മിറ്റ് ചെയ്തു. അതിനെയാണ് ആദ്യമായിട്ട് ഞാൻ ബുക്കാക്കിയത്. ആ ബുക്ക് പിന്നീട് ധാരാളം വിറ്റഴിഞ്ഞു. ഇപ്പോൾ അത് ഔട്ട് ഓഫ് പ്രിൻ്റാണ്. അത് അന്ന് ധാരാളമായി പോയൊരു ബുക്കാണ്. അതെനിക്കൊരു പ്രചോദനമായിരുന്നു. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് തന്നെ നമ്മുടെ ഡയസിസിൽ പ്രീ മാരേജ് കൗൺസിലിംഗ് ആരംഭിച്ചു. അപ്പോൾ അന്ന് ധാരാളമായി വിറ്റഴിയുന്നൊരു പുസ്തകമായിട്ട് മാറി. കൂടാതെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് MD പഠനത്തിൽ ഞാനത് മാരേജ് റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെ ഒരു പഠനം നടത്തിയിട്ടുണ്ടായി. എൻ്റെ MDH റിസർച്ചാണ് പിന്നത്തേതിൽ മാരേജ് ആൻഡ് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകമായിട്ട് ഞാൻ പുറത്തിറക്കിയത്. അത് 2ാമത്തെ ബുക്കാണ്. അപ്പോൾ അതിൽ ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ മാരേജ് റിലേഷൻഷിപ്പ് എന്ന പഠനമായിരുന്നു. ധാരാളം ഇമ്പാക്റ്റുകൾ ഗ്ലോബലൈസേഷനുമായി ബന്ധപ്പെട്ട ആഗോള വൽക്കരണത്തിൻ്റെ ഭാഗമായി കൾച്ചറൽ ഗ്ലോബലൈസേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ രൂഢമൂലമാകുന്നതിനെക്കുറിച്ചുള്ള പഠനമായിരുന്നു ആ ഗ്രന്ഥം. ഇന്ന് അവൈലബിളാണ് മാർക്കറ്റിൽ, ഓൺലൈനിലുമൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ മറ്റൊരു ഗ്രന്ഥമായ ദൈവകൃപയുടെ ചിറ്റോളങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം പ്രകാശനം ചെയ്തത്. അത് ധ്യാന ചിന്തകളാണ്. പല പള്ളികളിലും കോൺഫറൻസുകളിലുമൊക്കെ നടത്തിയ ചർച്ചകളും സെമിനാർ പ്രസൻറ്റേഷനുകളുമൊക്കെ ക്രോഡീകരിച്ച് കുഞ്ഞുങ്ങൾക്ക്, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനൊക്കെ ഉപകാരപ്രദമായ ഒരു മോട്ടിവേഷൻ ശൈലിയിലാണ് ആ പുസ്തകം എഴുതപ്പെട്ടത്. തുടർന്ന് വീണ്ടും കുറച്ചുകൂടെ എന്നെ ആകർഷിച്ച ക്രിസ്മസിലെ ചിന്തകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ദൈവകൃപയുടെ കാലിത്തൊഴുത്തിലെ ഹരിത കാഴ്ചകൾ എന്ന് പറയുന്നൊരു പുസ്തകം പ്രകാശനം ചെയ്യുകയുണ്ടായി. അത് എൻ്റെ ഡോക്ടറേറ്റ് തീസീസുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അതിൽ ഞാൻ പരിസ്ഥിതി ദൈവശാസ്ത്രത്തെക്കുറിച്ചാണ് പഠനം നടത്തിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ സിസ്റ്റമാറ്റിക് തിയോളജിയുടെ ഭാഗമായ പരിസ്ഥിതി പഠനത്തിൽ അപ്പോൾ അത് എത്രമാത്രം കർത്താവിൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ളൊരു ചർച്ചയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്ത ഒരു കുഞ്ഞു പുസ്തകമാണ്. അപ്പോൾ അതാണ് എൻ്റെ അടുത്ത പുസ്തകമായിട്ട് ഞാൻ പ്രകാശനം ചെയ്തത്. പിന്നീട് എൻ്റെ ഡോക്ടറേറ്റ് തീസീസ് തന്നെ എക്കോ ഫ്രണ്ട്ലി എക്ലീസിയ എന്ന പേരിൽ പ്രകാശനം ചെയ്തു. അതും ഇന്ന് ഓൺലൈനിൽ അവൈലബിളാണ്. ബുക്ക് സ്റ്റോറുകളിലും അത് ഉണ്ട്. അപ്പോൾ അങ്ങനെ അത് ഒമേഗ പബ്ലിക്കേഷൻസാണ് അതൊക്കെ 2 ഇംഗ്ലീഷ് ടെസ്റ്റുകളും പ്രകാശനം ചെയ്യപ്പെട്ടത്. അപ്പോൾ കൂടാതെ ആത്മീയ യാത്ര എന്ന് പറയുന്ന ഒരു പ്രസംഗ കുറിപ്പുകളടങ്ങിയ ഒരു പുസ്തകവും അടുത്ത കാലത്ത് പ്രകാശനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 വർഷക്കാലം കിന്നരം എന്ന് പറയുന്ന ഒരു മാഗസിൻ തന്നെ കുഞ്ഞുമക്കൾക്കായി ഞങ്ങൾ പ്രകാശനം ചെയ്തു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന നല്ല വിഭവങ്ങളടങ്ങിയ ആത്മീക പരിപോഷണം നൽകുന്ന പുസ്തകം എല്ലാ മാസവും ഞങ്ങൾ ഒരു മാഗസീനായി പ്രകാശനം ചെയ്തു. ധാരാളമായ സ്റ്റഡി മെറ്റീരിയലുകൾ എല്ലാ വർഷവും ഞങ്ങൾ കുഞ്ഞുങ്ങൾക്കായി പ്രകാശനം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എഴുത്തുകളെന്ന് പറയുന്നത്. ഇപ്പോൾ അനേക ദൈവശാസ്ത്രജ്ഞന്മാരുടെ, ക്രിസ്തീയ ഭക്തന്മാരുടെ പുസ്തകങ്ങൾ അതെനിക്ക് പ്രചോദനമായി തീർന്നു. പ്രത്യേകിച്ച് നമ്മുടെ അച്ഛന്മാരും അവരുടെ എഴുത്തുകളും ചിന്തകളുമൊക്കെ വളരെ ശക്തമായ സ്വാധീനം എന്നിൽ ചെലുത്തിയിട്ടുണ്ട്. ഇന്നും വായിക്കുവാനും എഴുതുവാനും പലപ്പോഴായി പരിശ്രമിക്കുന്നു. ഇനിയും ചില ബുക്സുകളെ കൂടെ പുറത്തിറക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ പണിപ്പുരയിലാണ്. ഓരോ പുസ്തകങ്ങളും നമ്മളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം ചെറുതല്ല. കാരണം ഇതൊക്കെ എഴുതുക എന്ന് പറയുന്നത് ഒരു ദൈവ നിയോഗം തന്നെയാണ്. അതിനേറെ കഷ്ടതകളുണ്ട്, ഇതിൻ്റെ പിന്നിലേറെ അധ്വാനങ്ങളുണ്ട്. ഓരോ എഴുത്തുകളും ഓരോ റിസർച്ചുകളാണ്. നമുക്ക് ദൈവം നൽകുന്ന ചിന്തകളനുസരിച്ച് മാത്രമേ ക്രിസ്തീയ പുസ്തകങ്ങൾ നമുക്ക് രചിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഒത്തിരി വായന ആവശ്യമായിട്ടുണ്ട്. പുതിയ പുതിയ ചിന്തകൾ നമ്മൾ സമൂഹത്തിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ കഠിനമായ അധ്വാനത്തിൻ്റെ ഒരു വ്രതാനുഷ്ഠാനത്തിൻ്റെ ഏറെ നോവുകളുടെ, നൊമ്പരങ്ങളുടെ പരിണിതഫലമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്കമാണ് ഓരോ ബുക്സും എന്ന് പറയും. അതുകൊണ്ട് തന്നെ ദൈവനിയോഗമില്ലാതെ, ദൈവത്തിൻ്റെ ഇടപെടില്ലാതെ പുതിയ ചിന്തകൾ നമുക്ക് കൈമാറുവാനായിട്ട് കഴിയുകയില്ല.
പിന്നെ എഴുത്തുകൾ എന്ന് പറയുന്നതും നിസ്സാരപ്പെട്ട സംഗതിയല്ല. വരുന്ന തലമുറയ്ക്ക്, പുതിയ തലമുറയ്ക്ക് കൈമാറേണ്ടുന്ന നമ്മുടെ സന്ദേശമാണ്. അതുകൊണ്ട് നിസ്സാരമായി നമുക്കതിനെ കരുതുവാനായിട്ടോ അത് നിസ്സാരമായി നമുക്ക് എഴുതി പിടിപ്പിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടും ദൈവചിന്തയോടും വളരെ കഷ്ടപ്പാടോടും കൂടി മാത്രമേ ഇത്തരത്തിൽ നമുക്ക് ഒരു പുസ്തകം പ്രകാശനം ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇപ്പോൾ നീണ്ട നമ്മുടെ തപസ്യയുടെ അല്ലെങ്കിൽ നൊമ്പരത്തിൻ്റെ പരിണിത ഫലമാണ് ഒരു പുസ്തകവും എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പുസ്തകങ്ങളിലെല്ലാം എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രതിഫലനം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. കാരണം കുഞ്ഞുനാൾ മുതൽ തന്നെ പിതാവും എൻ്റെ അമ്മയും പഠിപ്പിച്ച പാഠങ്ങൾ എൻ്റെ ജീവിതത്തിൽ രൂഢമൂലമായിട്ടുണ്ട് എന്നത് വളരെ ശക്തമായി ഈ പുസ്തകങ്ങളിൽ പ്രതിപാദിക്കും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് നിസ്സാരപ്പെട്ട ഉപരിപ്ലവമായൊരു ഭാവമല്ല. വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്ന് മാത്രമേ ഒരു വ്യക്തിക്ക് നന്നായി എഴുതുവാനും ചിന്തിക്കുവാനും കഴിയുകയുള്ളൂ. അതിന് മറ്റ് പുസ്തകങ്ങളുടെ സ്വാധീനമുണ്ട്, വ്യക്തിജീവിതങ്ങളുടെ സ്വാധീനമുണ്ട്. നമുക്കറിയാം പൗലോസ് അപ്പോസ്തലൻ്റെ ചിന്തകൾ വളരെ ആഴമേറിയ ദർശനങ്ങളാണ്. അദ്ദേഹം നല്ലൊരു ഫിലോസഫറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് കോർത്തെടുത്ത മുത്തുകളായി മാത്രമേ അദ്ദേഹത്തിൻ്റെ ചിന്തകളെ, ലേഖനങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുള്ളൂ. അതോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ ചിന്തകളും മലപ്രസംഗങ്ങളും ഒക്കെ നമുക്ക് നൽകുന്ന ഉൾക്കാഴ്ച വലുതാണ്. അത്തരത്തിൽ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന ദൈവിക ചിന്തകളിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് അടർന്നു വീഴുന്ന മണിമുത്തുകളായിട്ട് മാത്രമേ നമുക്ക് ഓരോ ചിന്തയെയും ചിന്തിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ എൻ്റെ ഓരോ പുസ്തകവും അതിലേക്ക് വിരൽ ചൂണ്ടുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് എൻ്റെ ആത്മീക ദർശനം നൽകുന്ന ധ്യാന ചിന്തകൾ, അത് ഓരോന്നും വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ ജീവിത അനുഭവങ്ങളും കൂടി കോർത്തെടുത്ത ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് അനേകർക്ക് ആശ്വാസമായി തീരുമെന്നതിന് രണ്ട് പക്ഷമില്ല. പലപ്പോഴും വായനക്കാർ വിളിക്കാറുണ്ട്. അവർ നൽകുന്ന ഫീഡ്ബാക്ക്, അവർ നൽകുന്ന പ്രോത്സാഹനം ചെറുതല്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എഴുതണമെന്ന ചിന്തയുണ്ടാകും. ഇപ്പോൾ തന്നെ അടുത്ത കാലത്തും ഒരു അച്ഛൻ വന്ന് പറഞ്ഞു, നമ്മുടെ ഔദ്യോഗിക മാഗസിനിൽ ഒരു പങ്ക്തി പ്രസിദ്ധീകരിക്കണം. അത് ആവശ്യമാണെന്ന് പറയുമ്പോൾ നമ്മൾ വലിയ ആളൊന്നുമല്ല, വലിയ എഴുത്തുകാരനൊന്നുമല്ല, എങ്കിലും അപ്പോൾ പലരും അത് ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. അപ്പോൾ അത് നമ്മുടെ ആത്മീക അടിത്തറയിൽ നിന്ന് ഉയർന്നു വരുന്ന ചിന്തകൾ തന്നെയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചിന്തകൾ അനേകർക്ക് അനുഗ്രഹമായി ഭവിക്കുമെന്നതിന് തർക്കമില്ല. ഇത് പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. കാരണം സാധാരണ എഴുത്തുകാരെ പോലെ ഒരു ക്രിസ്തീയ എഴുത്തുകാരന് അല്ലെങ്കിൽ ഒരു രചന നിർവഹിക്കുന്ന ഒരു വ്യക്തിക്ക് ചെയ്യാനായിട്ട് കഴിയുകയില്ല. ഒന്ന്, ദൈവത്തോടുള്ള കടപ്പാട് നമുക്കുണ്ട്, ദൈവജനത്തോടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ എഴുത്തുകൾ ജീവിതത്തിൻ്റെ പ്രതിഫലനമായി തീരണം. അതെൻ്റെ മാതൃകാപരമായ ജീവിതത്തെ തുറന്നു കാട്ടുന്നൊരു പുസ്തകമാണ് എന്നത് ഞാൻ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ എഴുത്തുകൾക്ക് മുമ്പ് പ്രാർത്ഥനയുടെ ആവശ്യകതയുണ്ട്. വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമായി അത് മാറണം, ജീവിതത്തിൻ്റെ പ്രഖ്യാപനമായി അത് മാറുന്നുവെങ്കിൽ മാത്രമേ നിശ്ചയമായും അനേകർക്ക് ആശ്വാസമായി ഭവിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ എഴുത്തും ദൈവത്തിൻ്റെ നിശ്വാസമായ, ദൈവം നൽകുന്ന ചിന്തകളാണെന്ന ബോധ്യത്തോടെ, ദൈവജനത്തോടാണ് സംവദിക്കുന്നു എന്ന ബോധ്യത്തോടെ തന്നെ എഴുതേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ക്രിസ്തീയ എഴുത്തുകാരും പാലിക്കേണ്ട മര്യാദകൾ പാലിച്ചുകൊണ്ട് ശ്രദ്ധയോട്, പ്രാർത്ഥനയോടും ദൈവവിശ്വാസത്തോടും ഈ വലിയ ദൗത്യം ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. വായനയൊക്കെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മുടെ ബുക്ക് ഷോപ്പുകളിൽ, ക്രിസ്തീയ ബുക്ക് ഷോപ്പുകളിലേക്ക് പോയാൽ നമുക്ക് കാണാനായിട്ട് കഴിയും, പുസ്തകങ്ങളൊക്കെ അട്ടിയായിരിക്കുന്നുണ്ട്. നല്ല നല്ല ഗ്രന്ഥങ്ങളാണ്, വലിയ വലിയ എഴുത്തുകാരുടെ ഗ്രന്ഥങ്ങളാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ആളുകൾ വായനയിൽ നിന്ന് പിന്നോക്കം പോവുകയാണ്. പഠനങ്ങളൊക്കെ കുറഞ്ഞു വരുന്നു. ഇന്ന് നമ്മുടെ ഓൺലൈനിലേക്ക് കുത്തിയിരിക്കുന്ന പുതിയ തലമുറയാണ് നമുക്ക് കാണുവാനായിട്ടുള്ളത്. ഇതിൻ്റെ മധ്യത്തിൽ വലിയൊരു പാഠം നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ കൈമാറേണ്ടതായിട്ടുണ്ട്. വായിച്ചു വളരുവാനുള്ള ആഹ്വാനം നമ്മുടെ തലമുറയ്ക്ക് കൊടുത്ത് നമ്മുടെ പുതിയ തലമുറയെ ചേർത്ത് പിടിക്കുവാനുള്ള വലിയൊരു ആഹ്വാനം. അതുകൊണ്ട് തന്നെ എഴുത്തുകൾ ഏറെ ഹൃദ്യമാകണം, ലളിതമാകണം. വലിയ വലിയ എഴുത്തുകാരുടെ സാഹിത്യ നിരൂപണങ്ങളിലേക്കല്ല നമ്മൾ വരേണ്ടത്. വളരെ ലളിതമായി കർത്താവിൻ്റെ ചിന്തകൾ കുഞ്ഞു മനസ്സുകളിലേക്ക്, യുവതലമുറയിലേക്ക്, പുതിയ തലമുറയിലേക്ക് സംവേദനം ചെയ്യുവാനായിട്ടുള്ള അറിവ് നമ്മുടെ എഴുത്തുകാരിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ അവർ വായിക്കാനിടയാകും, അവർ അട്രാക്റ്റീവാകാനായിട്ടിടയാകും. അത്തരത്തിലുള്ള എഴുത്തുകൾ അവരുടെ ജീവിതങ്ങളിൽ രൂപം വരുത്തുവാനായിട്ടിടയാകും. അതുകൊണ്ട് തന്നെ വളരെയേറെ പ്രാധാന്യം നമ്മുടെ എഴുത്തുകളിൽ നൽകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സഭകളും അതിന് പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം
ഇന്ന് പുസ്തകങ്ങളൊക്കെ അന്യപ്പെട്ടു പോവുകയാണ്. ബൈബിള് പോലും ഉപയോഗിക്കുന്ന ആളുകൾ കുറയുകയാണ്. അപ്പോൾ അതിൻ്റെ മധ്യത്തിൽ പ്രത്യേകമായി നമ്മൾ എഴുത്തുകൾക്ക് പ്രാധാന്യം നൽകുകയും നല്ല ചിന്തകൾ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ മാത്രമേ പുതിയ തലമുറയ്ക്ക് വായിച്ചു വളരുവാനായിട്ടുള്ള നല്ല ശീലമുണ്ടാകുകയുള്ളൂ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ആദ്യത്തെ ബുക്സിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞല്ലോ. ആദ്യത്തെ ബുക്ക് എൻ്റെ പ്രീ മാരേജ് കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ്. ഞാൻ പിന്നീട് റീപ്രിൻ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത്, നമ്മൾ ബുക്സുകളൊക്കെ എഴുതുമ്പോൾ നമ്മുടെ നാട്ടിൽ വായനക്കാരൊക്കെ കുറയുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കുറേയൊക്കെ നഷ്ടം വന്നു. പലയിടങ്ങളിൽ ഞാൻ പല സഭകളിലും പല ആളുകൾക്കും ബുക്ക് കൊടുത്ത് അതൊന്നും പലപ്പോഴും അതിൻ്റെ ധനം തിരികെ വരാതിരിക്കുമ്പോൾ നമ്മൾ തന്നെ മടി കാണിക്കും. പിന്നെ ഇത് എഴുതിയാൽ നഷ്ടമാണ്, ഇത് നമ്മുടെ കയ്യിൽ നിന്ന് ധാരാളം ധനം നഷ്ടപ്പെടുകയാണ് എന്ന ചിന്തയിൽ പലപ്പോഴും നമ്മൾ എഴുത്തുകളൊക്കെ എഴുതാതിരിക്കാനായിട്ടുള്ള പരിശ്രമം ഉണ്ടാകും. പല പുസ്തകങ്ങളൊക്കെ എഴുതിയെങ്കിലും പലതും ചില പുസ്തകങ്ങളൊക്കെ നഷ്ടത്തിലെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത കാലത്തുണ്ടായ ബുക്കുകളൊക്കെ ധാരാളമായി വിറ്റുപോയി, നഷ്ടമില്ല. എങ്കിലും ഇതൊക്കെ നമ്മളെ പിന്നോട്ടടിക്കുന്ന വസ്തുതയാണ്. പല എഴുത്തുകാരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. പക്ഷേ വീണ്ടും വീണ്ടും ദൈവം നമുക്ക് നൽകുന്ന പ്രചോദനം ചെറുതല്ല. പുതിയ ചിന്തകൾ നമുക്ക് വരുമ്പോൾ, പുതിയ ദർശനങ്ങൾ നമുക്ക് ലഭ്യമാകുമ്പോൾ അത് തലമുറയ്ക്ക് കൈമാറുവാൻ, ഇന്നുള്ള തലമുറ മാത്രമല്ല നാളെയുടെ തലമുറയ്ക്കും കൂടി നമുക്കെന്തെങ്കിലും നൽകണമെന്ന ചിന്തയാണ് ഇത്തരത്തിലുള്ള പുസ്തകങ്ങളുടെ എഴുത്തുകളിലേക്ക് നമ്മെ വീണ്ടും പ്രേരിപ്പിക്കുന്നത്. കാരണം കുറേ നാൾ കഴിയുമ്പോൾ നമ്മളൊക്കെ ഈ ഭൂമിയിൽ കെട്ടടങ്ങേണ്ടവരാണ്. അപ്പോൾ നമ്മുടെ ചിന്തകൾ മാത്രമേ ജീവിക്കുന്നുള്ളൂ. നമ്മൾ മരിച്ചാലും നമ്മുടെ ചിന്തകൾക്ക് മരണമില്ല എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുന്നു. കാരണം എൻ്റെ പഠനങ്ങളിലെല്ലാം നമ്മൾ വായിച്ച ഗ്രന്ഥങ്ങൾ ഏറെ വർഷം മുമ്പ് ജീവിച്ചിരുന്ന പലരുടെയും ചിന്തകൾ, ബാർക്ലേ തുടങ്ങിയ പല ചിന്തകന്മാരുണ്ട്, വേദശാസ്ത്ര പണ്ഡിതന്മാരുണ്ട്. അവരുടെ കൊച്ചു കൊച്ചു ചിന്തകൾ, പുതിയ പുതിയ ചിന്തകൾ വന്നുവെങ്കിലും അവർ നമുക്ക് മറക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ നമ്മുടെ ഫാദേഴ്സ് ഉണ്ടല്ലോ, ചർച്ച് ഫാദേഴ്സ്, അവരുടെ ചിന്തകൾ, അതിൽ നിന്നാണ് സഭകൾ ഉടലെടുത്ത് തന്നെ. അപ്പോൾ അവർക്ക് നമ്മുടെ ചരിത്രം ഇതൊന്നും വിസ്മരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അപ്പോൾ സഭകൾ നൽകിയ പാഠങ്ങൾ, സഭയുടെ ചരിത്രം നൽകിയ പാഠങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം ചെറുതല്ല. അതുകൊണ്ടാണ് പുതിയ ചിന്തകളുമായി മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് ശക്തി നൽകുന്നു. അതപ്പോൾ ദൈവികമായൊരു കൃപ നമ്മിൽ വ്യാപരിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും എഴുതണം എന്ന ചിന്ത ഉണ്ടാകൂ. നമ്മുടെ മുമ്പിലുള്ളത് പുതിയ തലമുറയാണ് എന്ന ബോധ്യത്തോടെ അവർക്ക് വേണ്ടി എഴുതുവാൻ, നമ്മുടെ ജീവിതം അതിനുവേണ്ടിയും കൂടിയുള്ളതാണ് എന്ന ചിന്ത നമുക്കുണ്ടാകുമ്പോൾ വീണ്ടും വീണ്ടും എഴുതുവാനായിട്ടുള്ള ഒരു ത്വര നമ്മിൽ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വിവിധങ്ങളായ ഉദ്ദേശങ്ങളുണ്ടാകും. ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ദൈവം ജന്മമെടുക്കുവാൻ അവസരം നൽകുമ്പോൾ ദൈവത്തിന് ഒരു ഉദ്ദേശങ്ങളുണ്ട്. അത് നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ ദർശനങ്ങൾ കൊണ്ട് അത് പുറത്തു വരികയാണ്. അത് ദൈവത്തിൻ്റെ ഇംഗിതം തന്നെയാണ് ഈ ഭൂമിയിൽ നമ്മിലൂടെ പൂർണ്ണമാകുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ ഇത്തരത്തിൽ എഴുത്തുകാരനാകുമെന്നോ ശുശ്രൂഷകനായി തീരുമെന്നോ ഒന്നും എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ഓരോ നിമിഷവും ദൈവം നടത്തുന്ന വിധങ്ങൾ വളരെ വലുതാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞുനാളിൽ ഒരു ശുശ്രൂഷകനായ, ഒരു മിഷണറിയായി ഞാൻ കടന്നു വന്നു. പാവപ്പെട്ട ജനതയുടെ ഇടയിൽ അപരിഷ്കൃതരായ, അക്ഷരാഭ്യാസമില്ലാത്ത, അപരിചിതരായ ജനങ്ങളുടെ ഇടയിൽ 2 വർഷക്കാലം പ്രവർത്തിപ്പാൻ, അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനൊക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് ഞാൻ അവിടെ വീണ്ടും ഈ 30 വർഷത്തിന് ശേഷം കടന്നു പോകുമ്പോൾ ഒരു സഹോദരൻ പെട്ടെന്ന് ഞങ്ങൾ പോയ വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് കടന്നു വന്ന് പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് നിർത്തി. ഓടി വന്ന് എന്നെ പൊന്നാട അണിയിച്ചത് എൻ്റെ ഓർമ്മയിലുണ്ട്. ഏകദേശം 2 വർഷത്തിന് മുമ്പ് നടന്ന സംഭവമാണ്. അപ്പോൾ പെട്ടെന്ന് ഇത് സംഭവിക്കുമ്പോൾ ഞങ്ങൾ പേടിച്ചു, എന്തോ ഒരു അറ്റാക്ക് വരുന്നു എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ പെട്ടെന്ന് പൊന്നാടയുമായ ഒരു സഹോദരൻ വന്ന് എന്നെ അണിയിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ആരാണ്? എനിക്ക് മനസ്സിലായില്ല. 30 വർഷത്തിന് മുമ്പ് ഞാൻ പഠിപ്പിച്ചൊരു വിദ്യാർത്ഥിയാണെന്ന് ഓർക്കണം. അദ്ദേഹം ഇന്ന് ആ മണ്ഡലത്തിലെ, എട്ടൂർ നാഗാരം മണ്ഡലത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ വലിയൊരു ഉദ്യോഗസ്ഥനാണ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം വന്ന് എന്നെ അണിയിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇത് ആരാണ്, എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു മിഷണറി ടീച്ചറായി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിന്ന് ഈ മണ്ഡലത്തിലെ പ്രധാന വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്യോഗസ്ഥനാണ്. അച്ഛൻ വന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ ഓടി വന്നതാണൊന്ന് കാണുവാനായി. അതിൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ ചലനം വളരെ വലുതാണ്. അന്ന് ഞങ്ങൾ പഠിപ്പിച്ച അവിടെ നിന്ന് കടന്നുപോയി. ഏറെ വർഷങ്ങൾ പിന്നിട്ടുമെങ്കിലും ഞങ്ങൾ അന്ന് പഠിപ്പിച്ചൊരു വിദ്യാർത്ഥി ഇന്ന് ആ മണ്ഡലത്തിലെ വലിയൊരു ഉദ്യോഗസ്ഥനായി മാറിയിരിക്കും. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് വീണ്ടും തിരക്കി ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അന്ന് എന്നോടൊപ്പം ക്ലാസ്സിലായിരുന്ന പലരും ഇന്ന് ഇംഗ്ലണ്ടിലുണ്ട്, ചിലർ അമേരിക്കയിലുണ്ട്, കാനഡയിലുണ്ട്. അന്ന് ഞങ്ങൾ ഇട്ട വിത്തുകൾ വെറുതെ ആയി തീർന്നിട്ടല്ല എന്ന ബോധ്യമാണ് എനിക്കുണ്ടായത്. കൂടുതൽ അദ്ദേഹത്തിൻ്റെ
ക്രിസ്തീയ വീക്ഷണം ചോദിച്ചപ്പോൾ അദ്ദേഹം അവിടെയുള്ള സഭയുടെ സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്നു. അപ്പോൾ നോക്കണം, ഉണ്ടായ മാറ്റം 30 വർഷത്തിന് ശേഷമുണ്ടാകുന്ന മാറ്റം. ഇത് തന്നെയാണ് നമ്മുടെ ശുശ്രൂഷകളിൽ നമ്മൾ ദർശിക്കാനിടയാകുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ എഴുത്തുകളിൽ. പലരും വിളിക്കാറുണ്ട്, പണ്ട് വായിച്ച ബുക്കുകൾ ഇപ്പോൾ അത് എഴുതിയ അച്ഛനാണെന്നൊക്കെ പറയുമ്പോൾ വളരെ സ്നേഹത്തോടെ കടന്നു വന്ന ചേർത്ത് പിടിക്കുന്ന പലരെയും കാണുമ്പോഴാണ് നമുക്കുണ്ടാകുന്ന സന്തോഷം. ഇപ്പം നമ്മുടെ എഴുത്തുകളിലും ശുശ്രൂഷകളിലുമൊക്കെ നമുക്ക് ലഭ്യമാകുന്ന ഇത്തരത്തിലുള്ള ആ സ്നേഹം നിറഞ്ഞ ആ സ്നേഹവായ്പിൻ്റെ കടാക്ഷമാണ്, സ്നേഹമാണ്, ചേർത്ത് പിടിക്കലാണ്. ഇപ്പോൾ എൻ്റെ യുവജന പ്രസ്ഥാനവുമായുള്ള ബന്ധം, പിന്നീട് കോളേജുമായി ബന്ധത്തിൽ യുവജനങ്ങളുമായുള്ള ബന്ധത്തിലും, പിന്നെ കുഞ്ഞുമക്കളുമായി ചേർന്ന ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതിയുടെ സൺഡേ സ്കൂൾ മിനിസ്ട്രിയുമായുള്ള ബന്ധത്തിലും, ഇപ്പോൾ സാധുക്കളായ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മിനിസ്ട്രികളിലുമൊക്കെ എൻ്റെ പ്രവർത്തനങ്ങളിലായിരിക്കുമ്പോൾ ഇത് ദൈവത്തിൻ്റെ നിയോഗമായി ഞാൻ കാണും. ഇപ്പോഴുള്ള എൻ്റെ എഴുത്തുകൾ അത്തരത്തിൽ വഴിമാറുകയാണ്. കുറച്ച് മുമ്പ് വരെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മൊത്തത്തിൽ ക്രൈസ്തവ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള എഴുത്തുകളാണ്. ഇനി പതുക്കെ ചാരിറ്റബിൾ സൊസൈറ്റിയുമായുള്ള ബന്ധത്തിലുള്ള എഴുത്തുകളിലേക്ക് വഴിമാറുകയാണ്. നമുക്ക് എന്ത് സമൂഹത്തിന് വേണ്ടി ചെയ്യുവാനായിട്ട് കഴിയും? നമ്മുടെ മക്കളെ വേദനിക്കുന്ന സഹോദരങ്ങളെ ചേർത്ത് പിടിക്കാൻ എങ്ങനെ കഴിയും? അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് ദൈവം വഴിമാറ്റി വിടുന്നതാണ് ഞാൻ ദർശിക്കുന്ന നന്മയെന്ന് പറയും. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമാണ്. നാം ഒരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ്. അപ്പോൾ ദൈവം നമ്മെ മോൾഡ് ചെയ്യുന്നു, ദൈവം നമ്മെ രൂപപ്പെടുത്തുന്നു എന്നതാണ്. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോൽ തന്നിടുന്നു എന്നെ നിൻ കരങ്ങളിൽ. ആ പാട്ടുകാരനെ പോലെ തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കും. ദൈവത്തിൻ്റെ കരങ്ങളിലെ കളിമണ്ണായി നാം ആയിരിക്കുമ്പോൾ ദൈവം നമ്മെ മെനയുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ദർശനമാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.